ഹലോ, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ലെമൺ റൈസാണ്. ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വന്നിട്ട് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിൽ ചോറും എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പേർക്ക് കഴിക്കാൻ പാകത്തിൽ. പിന്നെ ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, കടുക് ഇട്ട് കൊടുക്കുക, ഉഴുന്ന് പരിപ്പ്, പിന്നെ നിലക്കടല ഇതെല്ലാം ഇടും. അപ്പോൾ നിലക്കടല ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. ഉഴുന്ന് പരിപ്പ്, ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം മൂത്ത് വരുമ്പോൾ ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലോണം വണക്കിയെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വണക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഫ്രൈ ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു ലെമൺ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ കുരുവെല്ലാം മാറ്റിയെടുക്കുക. നല്ലോണം ആ കുരുവെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വന്നിട്ട് റൈസ് എടുത്തിട്ട് ഇതിലോട്ട് ഇടണം. അപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. നല്ല കളർഫുള്ളായിട്ടുണ്ടാകും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ റൈസ് കാണാനേ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇനി റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തേക്ക് 2 പേർക്ക് കഴിക്കാൻ നല്ല പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ലെമൺ അതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നല്ലോണം ആ ഒരു ലെമൺ ഫുള്ള് നമ്മൾ ഇതിലോട്ട് പിഴിഞ്ഞ് നല്ലോണം മിക്സാക്കി എടുക്കണം. സിമ്പിൾ റെസിപ്പിയാണ്. ഒന്നും കയ്യില രാവിലെ തന്നെ എണീച്ചിട്ട് മക്കൾക്കെന്നാൽ കൊടുത്തേക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ശരി സിമ്പിളായിട്ട് ഒരു ലെമൺ റൈസും ഒരു മുട്ടയും വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് നല്ലോണം കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.